ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചട്നി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് കഴിയും, അധികം സാധനങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളക് ചട്നിയാണ്. മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, അത് മാത്രമേ വേണ്ടൂ. അത് നന്നായി വറല കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അടിപൊളി ചട്നി, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. മുളക് ചട്നിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ചെയ്യേണ്ടത്. വെളുത്തുള്ളി നന്നായി ചതുക്കണം. ചതുക്കിയിട്ട് നല്ല പേസ്റ്റ് പോലെയാക്കി ചതുക്കി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് വറലിടുന്നത്. നമുക്ക് കാണാം. ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാവണം. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം താളിക്കാൻ. മുളക് പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ചതച്ചിട്ടുള്ള വെളുത്തുള്ളി, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ചും കൂടി ലൂസാക്കുക. അധികം ലൂസായി പോകാൻ പാടില്ല. കുറച്ച് ഇത് പത്തലൊക്കെ ഉണ്ടാക്കിയാൽ, ആവിക്ക് വെച്ചിട്ടുള്ള പത്തലൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഒരു ചട്നി കൂട്ടിയാൽ ഇഡ്ഡലിക്കും കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് ഈ വെളുത്തുള്ളിയാണ് കുറച്ചധികം വേണ്ട. അത് നന്നായിട്ട് അലിയണം. ഇതിൽ വെളുത്തുള്ളി നല്ലോണം ചേർത്തിട്ട്, അതുപോലെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവണം. ഇത് തിളപ്പിക്കാൻ പാടില്ല. ചീനച്ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിൽ വെളിച്ചെണ്ണ കുറച്ചേ ഒഴിക്കണ്ടുള്ളൂ. വെളിച്ചെണ്ണ കുറച്ച് വെച്ച് അതിൽ കുറച്ച് കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഒഴിക്കുക. ഇത് അപ്പം തന്നെ ഓഫാക്കണം. തിളപ്പിക്കാൻ പാടില്ല. ഇതിന് ഇത്രയും വേണ്ടു. ഇതാണ് മുളക് ചട്നി. ഇത് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് വേണ്ടിക്കങ്ങനെ ഉപ്പ് ചേർക്കുക. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല. ഇത് തൊട്ട് കൂട്ടിയിട്ട് എത്രയും ഇഡ്ഡലിയും പത്തലൊക്കെ കഴിക്കാൻ പറ്റും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സെക്കൻഡ് ചട്നി പച്ചമുളക് കൊണ്ടുള്ള ചട്നിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ പച്ചമുളക് ചട്നിക്ക് വേണ്ടുന്ന സാധനങ്ങൾ: പച്ചമുളക് കൂടുതൽ ചട്നി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടിയാൽ മതി. അതിന് വേണ്ടുന്ന ഉപ്പ്, കുറച്ചൊരു 2 നുള്ള് കായപ്പൊടി. ഇത് മാത്രമേ ഇതിന് വേണ്ടൂ. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് മാത്രം എന്നിട്ട് ഒന്ന് മിക്സിയിലടിച്ചിട്ട് എടുക്കാം. ഇത് പച്ചമുളകിൻ്റെ കുറച്ചേ ഉള്ളൂ. അത് ആവശ്യത്തിനനുസരിച്ച് അധികം പച്ചമുളക് കൂട്ടിയാൽ മതി. ഇത് കുറച്ച് തൈര് ഇതിൽ വയ്ക്കുന്നുണ്ട്. തൈരും കൂടിയാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ വേറെ വെളിച്ചെണ്ണയോ വറളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ തൈരും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ഉണ്ടാവും. കോഴിക്കട്ടയോ ഉപ്പുമാവെല്ലാം കഴിക്കുമ്പോൾ തൊട്ട് കൂട്ടാനെല്ലാം നല്ലതായിരിക്കും തൈര്. ഇത് തൈരും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടാമത്തെ. തൈര് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ പക്ഷേ തൈരും കൂട്ടിയാലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. എരിവ് നല്ലോണം വേണ്ടുന്ന ആൾക്ക് തൈര് വേണമെന്നില്ല, വെറുതെ തന്നെ കൂട്ടിയാൽ മതി. ഇത് നമ്മുടെ തേർഡ് ചട്നിയാണ്. ഇത് മല്ലി ഇല കൊണ്ടുള്ളൊരു ചട്നിയാണ്. അതും ക്ഷണത്തിലാവുന്നതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് മൂന്നാമത്തെ ചട്നിയാണ്. ഇതിൽ ഒരു ചെറിയ പച്ചമുളക്, ഒരു പിടി മല്ലിയില, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സിയിലിട്ട് അടിക്കുക. ഇത് മല്ലിയിലയും ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത്. ഇത് ഒന്നും ചെയ്യേണ്ട. ഇതിങ്ങനെ തന്നെ എടുത്താൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള സംബന്ധി. ഇതെല്ലാം വേഗം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് മുളക് ചട്നി ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഇത് വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പും മാത്രമായത്. അത് പക്ഷേ വറൽ കഴിച്ചിന്.
കുറച്ച് കടുകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് വറൽ വെച്ച്. ഇത് വെറും പച്ചമുളകും വെളുത്തുള്ളിയും പച്ചമുളക്, ഉപ്പ്, പിന്നെ കായപ്പൊടി, അത് മാത്രമേ ഇതിൽ വേറെ ഒന്നും ചേർത്തില്ല. പിന്നെ കുറച്ച് ഒരു തുള്ളി തൈര്, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നല്ല എരിവ് കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് മാത്രം കൂട്ടിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചാൽ മതി. ഇത് മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, ഇത് മൂന്നും കൂട്ടിയിട്ടുള്ളതാണ് ഈ ചട്നി. ഇത് മൂന്നും ഇഡ്ഡലിക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചതാണ്. ഇതിനൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ മാത്രം വെള്ളം ഒഴിച്ച് ചേർത്തതാണ്. പക്ഷേ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കടുക് കൂട്ടിയിട്ടുള്ളതാണ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇതിന് വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല. കുറച്ച് തൈര് മാത്രം ഒഴിച്ചതാണ്. അരച്ചതിന് ശേഷം തൈര് ഒഴിച്ചതാണ്. 3 ചമ്മന്തിയും ഇഡ്ഡലിക്കും ദോശക്കും എല്ലാം കൂട്ടാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പത്തല കുഴക്കട്ടയെല്ലാം ഉണ്ടാക്കുമ്പോൾ കൂട്ടാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് കൂട്ടാൻ പറ്റുന്നതാണ്. ക്ഷണത്തിലാക്കുക. ഇത് അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ 3 ചട്നിയും എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.